ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായ ഒരു വിഭാഗം ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. ഇതിൻ്റെ ഒരു പരിച്ഛേദം നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ തന്നെ കാണാൻ പറ്റും. ഏറ്റവും ഉയർന്ന ക്ലാസ്സായ ഫസ്റ്റ് AC കോച്ചിൽ അതിന് മിനിമം 300 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാനുള്ള ചാർജാണ് മിനിമം ഈടാക്കുന്നത്. അതിൻ്റെ മിനിമം ഫെയർ ഇന്ത്യയിലെ ആം ആദ്മി സാമാന്യ ജനത യാത്ര ചെയ്യുന്ന ക്ലാസ്സാണ് സെക്കൻഡ് ക്ലാസ്. അവിടുത്തെ മിനിമം ഫെയർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 കിലോമീറ്ററിൻ്റെ ചാർജാണ്. ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ചിൽ ഒരേ സമയം യാത്ര ചെയ്യാവുന്നവരുടെ എണ്ണം 24ആണ്, വെറും 24. സെക്കൻഡ് ക്ലാസ്സിൽ 90 108 എഴുതി വച്ചിരിക്കുന്നിടത്ത് മിനിമം ഇന്ത്യയിലെ ഏത് എക്സ്പ്രസ് ട്രെയിൻ എടുത്ത് നോക്കിയാലും ഏത് പാസഞ്ചർ ട്രെയിൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ കുറഞ്ഞത് 400-500 ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട്. ഒരു ക്യാബിൻ എന്ന് പറഞ്ഞാൽ ക്യാബിനകത്ത് 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിനൊരു ഡോറുണ്ടാവും. ആ ഡോറ് ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ 4 പേരടങ്ങുന്ന ഒരു ഫാമിലി ആണെങ്കിൽ ആ ഡോറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വകാര്യ ലോകമാണത്. നമസ്കാരം, യാത്രക്കാരുടെ ശ്രദ്ധിക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയുടെ ഒരു പരിച്ഛേദമാണ്, അല്ലെങ്കിൽ ഒരു ക്രോസ് സെക്ഷനാണെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇത് വെറും പറച്ചിലല്ല, വെറും വാക്കല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ റെയിൽവേയുടെ ട്രെയിനിൻ്റെ 1-2 കോച്ചുകളിൽ യാത്ര ചെയ്താൽ മനസ്സിലാവും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ സമൃദ്ധമായ ഒരു വിഭാഗം ജനങ്ങൾ ജീവിക്കുന്ന രാജ്യമാണ്. ഒപ്പം തന്നെ അത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാർ ജീവിക്കുന്ന രാജ്യമാണ്. ഒപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ദരിദ്രർ ജീവിക്കുന്ന രാജ്യവുമാണ്. ഇതിൻ്റെ ഒരു പരിച്ഛേദം നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ തന്നെ കാണാൻ പറ്റും. ഒരേ ട്രെയിനിൽ തന്നെ കാണാൻ പറ്റും. അതിന് ഒരുപാട് കാഴ്ചയൊന്നും കണ്ടു പോകേണ്ട കാര്യമില്ല. 2 ക്ലാസ്സുകളിൽ കയറിയാൽ മതി. ഒന്ന്, ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിനുകളിലെ ഏറ്റവും ലോവസ്റ്റ് ക്ലാസ്സായ സെക്കൻഡ് ക്ലാസ്, ജനറൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന ജനറൽ ക്ലാസ്, ഇവിടുത്തെ സാധാരണ മനുഷ്യർ സഞ്ചരിക്കുന്ന ക്ലാസ്. 2, ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും ഉയർന്ന ക്ലാസ്സായ ഫസ്റ്റ് AC. ഈ 2 കോച്ചുകളിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കയറിയാൽ എന്താണ് ഇന്ത്യ എന്നതിൻ്റെ ഒരു നേർചിത്രം ലഭിക്കും. ആദ്യം ഞാനതിൻ്റെ തുകയിലുള്ള വ്യത്യാസം പറയാം. ഏറ്റവും ഉയർന്ന ക്ലാസ്സായ ഫസ്റ്റ് AC കോച്ചിൽ അതിൽ H എന്നാണ് അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കോഡ്. അതിന് മിനിമം 300 കിലോമീറ്റർ വരെ യാത്ര ചെയ്യാനുള്ള ചാർജാണ് മിനിമം ഈടാക്കുന്നത്. അതിൻ്റെ മിനിമം ഫെയർ അത് വരുന്നത്, അതിപ്പോൾ നിങ്ങൾ 50 കിലോമീറ്റർ യാത്ര ചെയ്താലും 100 യാത്ര ചെയ്താലും 300 കിലോമീറ്റർ യാത്ര ചെയ്താലും അതിൻ്റെ തുക എന്ന് പറയുന്നത് ബേസിക് ഫെയർ എന്ന് പറയുന്നത് 1059 രൂപയും, പിന്നെ അതിൻ്റെ റിസർവേഷൻ ചാർജ് 60 രൂപയും, പിന്നെ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ 75 രൂപയും ആണ് അതിൻ്റെ ചാർജ്. അതായത് അതിൽ കയറണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1059 പ്ലസ് 60 1110, പിന്നെ ഒരു 75 1185 രൂപ കയ്യിൽ വേണം. ഇതേ സ്ഥാനത്ത് അങ്ങനെ അത് അഫോർഡബിളായ മനുഷ്യരല്ല ഇന്ത്യയിലുള്ളത്. കാരണം ഇന്ത്യയിലെ ശരാശരി കൂലി നിരക്കൊന്നും ഇതിൽ യാത്ര ചെയ്യാൻ ഇന്ത്യയിലെ സാധാരണ പൗരന് അനുവദിക്കുന്നില്ല. ദൂരം കൂടുന്നതിനനുസരിച്ച് ഇത് വലിയ തുകയായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇനി അവർ യാത്ര ചെയ്യുന്ന ഇന്ത്യയിലെ ആം ആദ്മി സാമാന്യ ജനത യാത്ര ചെയ്യുന്ന ക്ലാസ്സാണ് സെക്കൻഡ് ക്ലാസ്, ജനറൽ ക്ലാസ്. അവിടുത്തെ മിനിമം ഫെയർ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 50 കിലോമീറ്ററിൻ്റെ ചാർജാണ്. 50 കിലോമീറ്റർ യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് വെറും 30 രൂപയേ ഉള്ളൂ. അതുപോലെ അതിൽ തന്നെ ഒരു സെക്കൻഡ് ക്ലാസ് റിസർവേഷൻ ഉണ്ടെങ്കിൽ, റിസർവേഷൻ കോച്ചുകളുണ്ട്. അത് ഈ 30 രൂപ പ്ലസ് ഒരു 15 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് സിറ്റിംഗ് ഇരുന്ന് പോകാനുള്ള റിസർവേഷൻ കിട്ടും. അതിന് സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ പിന്നെ ഒരു 15 രൂപ കൊടുക്കണം. അതായത് 60 രൂപ സൂപ്പർ ഫാസ്റ്റ് റിസർവേഷനുണ്ട്. സെക്കൻഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് 50 കിലോമീറ്റർ യാത്ര ചെയ്യാൻ 60 രൂപ കൊടുത്താൽ മതി. ഈ റിസർവേഷനും സൂപ്പർ ഫാസ്റ്റൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും ചീപ്പായി 30 രൂപയ്ക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. സാധാരണ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിലെയാണ്, അതിനാണ് ഞാൻ 30 രൂപ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഓർഡിനറി ട്രെയിനുകൾ അല്ലെങ്കിൽ മെമു പോലെയുള്ള പാസഞ്ചർ ട്രെയിനുകളിൽ ഈ റേറ്റ് എന്ന് പറയുന്നത് വെറും 10 രൂപയാണ്.
30 കിലോമീറ്റർ 10 രൂപ കൊടുത്താൽ മതി. അല്ലെങ്കിൽ സബർബൻ ട്രെയിനുകളിലാണെങ്കിൽ അത് പിന്നെയും ചീപ്പാണ്, 5 രൂപ കൊടുത്താൽ മതി. അതായത് ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് എല്ലാവർക്കും അഫോർഡബിളാണ്. എല്ലാവർക്കും എത്ര പണമുള്ളവന് യാത്ര ചെയ്യാം, ഒരു പൈസ ഇല്ലാത്തവന് യാത്ര ചെയ്യാം. ഈ 2 ക്ലാസ്സുകൾ തുകയിൽ ഇതാണ് വ്യത്യാസം. മിനിമം എമൗണ്ടിൽ 30 രൂപയും 1185 രൂപയും, ഇതാണ് വ്യത്യാസം. ഇത്രയും അകലം ഇന്ത്യയിലെ പൗരന്മാർ തമ്മിലുണ്ട്. ഇതിനിടയ്ക്ക് പല പല ക്ലാസ്സുകളുണ്ട്. സ്ലീപ്പർ, AC ചെയർ കാർ, അതുപോലെ AC 3 ടയർ, ഫസ്റ്റ് ക്ലാസ്, 2 ടയർ AC, ഇങ്ങനെ പിന്നെ ഈ വന്ദേ ഭാരത് പോലുള്ള ട്രെയിനുകളിൽ, ശതാബ്ദി പോലുള്ള ട്രെയിനുകളിലുള്ള എക്സിക്യൂട്ടീവ് ചെയർ കാർ, ഇങ്ങനെ പലതരം ക്ലാസ്സുകളുണ്ട്. എന്നാൽ ഈ 2 ക്ലാസ്സുകളാണ് ഏറ്റവും ഉയരെയും താഴെയും ഉള്ളത്. ഫസ്റ്റ് AC കമ്പാർട്ട്മെൻറ്റിൽ എത്ര പേര് യാത്ര ചെയ്യും? ഇപ്പോൾ നമ്മുടെ പുതിയ LHB കോച്ചുകൾ വന്നതുകൊണ്ട് മറ്റ് സാധാരണ ഫസ്റ്റ് AC കോച്ചുകൾ നിലവിൽ ഓടിക്കൊണ്ടിരുന്നതൊക്കെ ഈ വീഡിയോ നിലനിൽക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ആ കോച്ചുകൾ ഡീകമ്മീഷൻ ചെയ്ത് പോകും. അതുകൊണ്ട് ഞാൻ LHB കോച്ചിൻ്റെ കാര്യം മാത്രം പറയാം. അതിനകത്ത് എങ്ങനെയാണ്, ഒരു ക്യാബിൻ എന്ന് പറഞ്ഞാൽ ക്യാബിനകത്ത് 4 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിനൊരു ഡോറുണ്ടാവും. ആ ഡോറ് ലോക്ക് ചെയ്തിട്ട്, ഇപ്പോൾ 4 പേരടങ്ങുന്നൊരു ഫാമിലി ആണെങ്കിൽ ആ ഡോറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്വകാര്യ ലോകമാണത്. അവിടെ ആരും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. ഇനി കൂപ്പെ, ഒരു കപ്പിൾസിന് അല്ലെങ്കിൽ 2 പേർക്കൊക്കെ യാത്ര ചെയ്യാനുള്ളതാണ് കൂപ്പെ. അവിടെ ഇതുപോലെ ഡോർ അകത്തുനിന്ന് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. അവിടെ 2 പേർക്ക്, അതിന് കൂപ്പെ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു നിലവിലുള്ള LHB കോച്ചിൽ 4 കൂപ്പ ഉണ്ടാവും. 4 കൂപ്പയിൽ കൂടെ 8 പേര്. ഇനി 4 ക്യാബിനും ഉണ്ടാവും. 4 ക്യാബിനിലും കൂടെ 16 പേർ. അങ്ങനെ ഒരു ഫസ്റ്റ് ക്ലാസ് AC കോച്ചിൽ ഒരേ സമയം യാത്ര ചെയ്യാവുന്നവരുടെ എണ്ണം 24ആണ്. വെറും 24. ഇനി നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് വരാം. സെക്കൻഡ് ക്ലാസ്സിലേക്ക് നമ്മുടെ 30 രൂപയുടെ നമ്മുടെ ആം ആദ്മിയുടെ യാത്ര ചെയ്യുന്ന ഈ കോച്ചിലേക്ക് വന്നാൽ, അതിൽ പഴയ ടൈപ്പ് കോച്ചുകളാണെങ്കിൽ അത് 90 സീറ്റുകൾ ഉണ്ടാവുക. ഇരിക്കാനുള്ള സീറ്റുകളാണ്, അവിടെ കിടക്കാനൊന്നും ആരും പറയുന്നില്ല. പിന്നെ മറ്റ് കോച്ചുകളാണെങ്കിൽ 108 സീറ്റുകളാണ് ഉണ്ടാവുക. എന്നാൽ നിങ്ങൾക്കറിയാം, സെക്കൻഡ് ക്ലാസ്സിൽ 90 108 എഴുതി വച്ചിരിക്കുന്നിടത്ത് മിനിമം ഇന്ത്യയിലെ ഏത് എക്സ്പ്രസ് ട്രെയിൻ എടുത്ത് നോക്കിയാലും, ഏത് പാസഞ്ചർ ട്രെയിൻ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും, അതിൽ കുറഞ്ഞത് 400 500 ആൾക്കാർ യാത്ര ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ വൈറലായ ഒരു വീഡിയോ, ഇന്ത്യ മൊത്തം വൈറലായ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതിൽ മുംബൈ സബർബനിൽ ഇത്തരം ട്രെയിനുകളിലേക്ക്, സബർബൻ ട്രെയിനിലേക്ക് കയറാൻ വരുന്ന മനുഷ്യരുടെ ഒരു കൂട്ടം, കുംഭമേള പോലെ അല്ലെങ്കിൽ വലിയ ഉത്സവങ്ങൾക്ക് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ 10,000 ആളുകളാണ് ഒരേ സമയം ഒരു ട്രെയിനിൽ ഇടിച്ച് കയറാൻ നിൽക്കുന്നത്. അതാണ് കാഴ്ച. ഒരിക്കലും നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ ഒരു യാത്ര ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ പലപ്പോഴും സബർബൻ ട്രെയിനിനെ കുറിച്ച് പറയുന്നത്, മുംബൈ സബർബനെ കുറിച്ച് പറയുന്നത്, അതിനകത്ത് കയറിയാൽ ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അതിനകത്ത് എങ്ങനെയെങ്കിലും കയറി പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്റ്റേഷനിൽ ഇറങ്ങാനൊന്നും പറ്റില്ല. അത് ഭാഗ്യമുണ്ടെങ്കിൽ ഇറങ്ങാം, ഒന്നുകിൽ അപ്പുറത്ത് അല്ലെങ്കിൽ ഇപ്പുറത്തൊക്കെ ഇറങ്ങേണ്ടി വരും. ഇത്രയ്ക്ക് തിരക്കുള്ള അതാണ് ഇന്ത്യയിലെ ഈ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ. ഒരു തമാശയുണ്ട്. ഒരു നമ്പൂതിരി ഒരിക്കൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഭീകരമായിട്ട് യാത്രക്കാർ ഇടിച്ച് കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്പൂതിരി പറഞ്ഞു, നിങ്ങൾക്ക് കയറാൻ വേറെയും ട്രെയിൻ കിട്ടും, പക്ഷേ എനിക്ക് ഇറങ്ങാൻ ഈ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ, അതുകൊണ്ട് എന്നെ ഇറങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ഇന്ത്യൻ ട്രെയിനിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ അവസ്ഥ. ഇത് നെഗറ്റീവൊന്നും പറയുന്നതല്ല, പക്ഷേ അത് നമ്മുടെ ഒരു കൾച്ചറിൻ്റെ, നമ്മുടെ പോപ്പുലേഷൻ്റെ, ഈ പോപ്പുലേഷനെയൊക്കെ ഇത്രയും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പുലേഷനെയൊക്കെ ഒരു മാനേജ് ചെയ്യുക എന്നുള്ളത്, ട്രാൻസ്പോർട്ട് സിസ്റ്റം മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രയാസകരമായൊരു കാര്യമാണ്. എന്നിട്ടും റെയിൽവേ അതൊക്കെ നിർവഹിക്കുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ റെയിൽവേ അത് നിർവഹിക്കുന്നുണ്ട്. നമുക്കറിയാം, പല റൈറ്റേഴ്സും ഈ സെക്കൻഡ് ക്ലാസ് യാത്രയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മലബാർ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടൊരു കഥ ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകട എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നിങ്ങൾ വായിച്ചു നോക്കണം. അതിനകത്ത് എന്താണ് സെക്കൻഡ് ക്ലാസ്സിൽ പെട്ടുപോകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കഥയാണത്. അതുപോലെ തന്നെ വലിയ റൈറ്റേഴ്സ്, ഇംഗ്ലീഷ് റൈറ്റേഴ്സൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ ഈ സെക്കൻഡ് ക്ലാസ്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ കയറി ഇരിക്കാനൊന്നും, തുടക്കത്തിൽ കയറിയാൽ ഇരിക്കാനൊന്നും സ്ഥലം കിട്ടില്ല. ആ ഭയങ്കര ഞെരുക്കിൽ, ഇടുക്കിൽ, വേർപ്പിലും ബഹളത്തിലൊക്കെ നിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും മറ്റൊരാൾ നിങ്ങളുടെ തലയിൽ, ഇരിക്കുന്ന ആളുടെ തലയിലാണെങ്കിൽ ഒരു ലഗേജ് കൊണ്ട് വയ്ക്കും. അത് അയാളുടെ ഒരു സ്പേസ് ആയിട്ടാണ് അയാൾ കണക്കാക്കുന്നത്, നിങ്ങളുടെ മുതു.
അത് കഴിഞ്ഞിട്ട് മറ്റൊരാൾ നിങ്ങളൊരു കടുത്ത ഷൂസ് ഇട്ട് നിങ്ങളെ കാലിന് ചവിട്ടി ഞെരിക്കുന്നുണ്ടാവും. ഇതറിയാത്ത പോലോ അറിഞ്ഞു പോലോ ഒരാൾ നിങ്ങളുടെ മുട്ട് കയറ്റി നിങ്ങളെ ഇടിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ ഭീകരമായ സംഗതികളാണ്. ഇതിനിടയ്ക്ക് പലപ്പോഴും അതിവിചിത്രമായ അനുഭവങ്ങൾ പോലും സെക്കൻഡ് ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ട്. ഈ നമുക്ക് എപ്പോഴും അറിയാം, ഇതിനകത്ത് കയറി നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതായിരിക്കും ആദ്യത്തെ മൂഡ്. അങ്ങനെ കയറി നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ഈ ഭിക്ഷക്കാരുണ്ടാവും, ബഗേഴ്സ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അങ്ങനെ പലതരം ആൾക്കാർ വരുന്നു. ഇതിനിടയ്ക്ക് പിക്ക് പോക്കറ്റിംഗ് നടക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നു. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവം, ലോകത്തൊരു പക്ഷേ മറ്റൊരു റെയിൽവേയിലും അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലും കാണാത്ത വിധ അനുഭവങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾ കണ്ടെന്ന് വരും. ചിലപ്പോൾ ചിലർ അവരുടെ പട്ടിയെ, ഡോഗിനെ കൊണ്ടുവരും, പൂച്ചയെ കൊണ്ടുവരും, അവരുടെ തത്തയെ കൊണ്ടുവരും. ഈ തത്ത കൊണ്ട് മറ്റേ ഭാവിയും ഭൂതവും പറയുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ വരും. പാട്ടുകാർ വരും, മ്യൂസിക് ഇങ്ങനെ വായിക്കുന്നവർ വരും, ബൗൾ ഗായകർ വരും. ഇതെല്ലാം ചേർന്നൊരു ഭീകരമായ, അല്ലെങ്കിൽ അത് ആ ഭീകരത പോലും പിന്നീട് ഒരു എക്സ്പീരിയൻസായി മാറുന്ന ഒരു കൾച്ചറൽ അനുഭവം കൂടിയാണ് സെക്കൻഡ് ക്ലാസ് യാത്ര. അതങ്ങനെ അങ്ങ് എടുക്കുക. പിന്നെ ചിലപ്പോൾ ഈ അപൂർവമായി ചിലപ്പോൾ പാമ്പിനെ കൊണ്ടുവന്നിട്ട് ഈ ഷർട്ടിൻ്റെ ഇടയിൽ നിന്നൊക്കെ പാമ്പിനെടുത്ത് ഇങ്ങനെ പയ്യെ നമ്മൾ മാത്രം കാണുന്ന രീതിയിൽ കാണിച്ചിട്ട് പൈസ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് കൽക്കട്ടയിലൊക്കെ എക്സ്പീരിയൻസ്ഡാണ്. ഇങ്ങനെ വിചിത്രമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും സെക്കൻഡ് ക്ലാസ് യാത്ര കടന്നു പോകുന്നത്. ഇതാണ് ഈ 2 ക്ലാസ്സുകൾ. ഇനി മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഫസ്റ്റ് എ സിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിക്കാണെങ്കിൽ അതിനകത്ത് സൗകര്യപ്രദം ഉപയോഗിക്കുക. അതിനകത്ത് മിക്കവാറും വാഷ് ബേസിനുള്ള ക്യാബിനുകളുണ്ടാവും. അതുപോലെ തന്നെ അതിനകത്ത് ടോയ്ലറ്റിൽ വാഷ്റൂമിൽ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. ഇപ്പോൾ പുതിയ ട്രെയിനുകളിൽ ഹോട്ട് വാട്ടർ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ. നിങ്ങൾ സെക്കൻഡ് ക്ലാസ്സിലേക്ക് വന്നാൽ അവിടെയുള്ള വെള്ളം ആൾമോസ്റ്റ് നിങ്ങൾ കുറച്ച് യാത്ര ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വെള്ളമെല്ലാം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യയിലെ 2 ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ഈ വൈവിധ്യം, അല്ലെങ്കിൽ സാമ്പത്തിക ഉച്ചനീചത്വം, സാമ്പത്തികമായിട്ടുള്ള വ്യത്യാസം ഈ ട്രെയിനിൻ്റെ 2 ക്ലാസ്സുകളിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇത് രണ്ടിലും നിങ്ങൾ യാത്ര ചെയ്യുക, രണ്ടും 2 തരം എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു.